കണ്ടില്ലേ, എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. കൈയില്ലാണ്ട് തന്നെ എൻ്റെ ബാലൻസ് വെച്ചിട്ട് എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. റിസർവ് ഫോറസ്റ്റ് ആട്ടോ ഇതൊക്കെ, മെഡിസിനൽ പ്ലാന്റ്സ് ഒക്കെ ഉള്ള ഇതാ. ആളില്ലേ? ഒറ്റ ആളില്ലല്ലോ. രാവിലെ പോവും ഷോറൂമിൽ. എന്ത് സോ ഫ്രണ്ട്സ്, ഇപ്പോൾ നമ്മൾ കുറച്ച് നേരം ഇവിടെ ഇരുന്നു, കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്തു, ഒന്ന് കാമായി. ഇനിയിപ്പോൾ നമുക്ക് തിരിച്ചു പോകാം. അപ്പോൾ പോകുന്ന വഴിക്ക് നമുക്ക് വീഡിയോ എൻഡ് ചെയ്യാം. ഓക്കെ, കഴിഞ്ഞ ലാസ്റ്റ് വീഡിയോ ഞാൻ ചെയ്ത് എനിക്ക് എൻഡിങ് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. കുറച്ച് സാധനങ്ങളും മേടിക്കുന്ന കൂട്ടത്തിൽ തിരക്കായതുകൊണ്ട് പിന്നെ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല, മറന്നുപോയി സത്യം പറഞ്ഞു ഞാൻ. അപ്പോൾ ഇപ്പം നമുക്ക് പോകാം കേട്ടോ. വണ്ടി ഒന്ന് ചൂടാവട്ടെ. ജസ്റ്റ് ഒന്ന് ചൂടാവട്ടെ, കുറച്ച് നേരം വെച്ചല്ലേ. ഓക്കെ, ലെറ്റ്സ് ഗോ. എന്തൊരു ആശ്വാസമാണ് ഗൈസ്. ഞാൻ ആ തണുത്ത വെള്ളം കൊണ്ട് മുഖം ഒന്ന് കഴുകി. നോർമലി ഇപ്പോൾ നല്ല ചൂടാണ് ഈ ടൈമിനൊക്കെ, പക്ഷെ ഇപ്പോൾ ഇവിടെ നല്ല തണുപ്പാണ്. ചായ കൂടി ഇഷ്ടമില്ലാത്തതാണ്ട് ഇതാണ് ഗട്ടർ. ഞാൻ ഗട്ടറിലൊക്കെ നല്ല രീതിയിൽ പോകുന്ന ആളാണ്. വലിയ ഇഷ്ടമില്ലെങ്കിലും അത്യാവശ്യം ഓടിച്ച് പോകുന്നതാണ്. ഇപ്പം എന്താ പറ്റിയെന്ന് വെച്ചാൽ, ഡൊമിനോർ വെച്ച് ഞാൻ ഇതവണ നല്ല പോക്ക് പോയി. ഒരു ഓഫ് റോഡിങ് കയറിയതാ. വീൽ ബെയറിങ്, ഫ്രണ്ട് വീൽ ബെയറിങ് നല്ല പണിയായിരുന്നു. ഇപ്പം മാറ്റിയിട്ടുണ്ട്. ഓ, അന്ന് വല്ലാതെ എന്തോ ഒരു ഫീലായിരുന്നു. വണ്ടി നേരെ പോകുന്നില്ല, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെരിഞ്ഞ് പോകുമായിരുന്നു. ഒരു റൈറ്റ് സൈഡിലൊക്കെ ലെഫ്റ്റ് സൈഡിലൊക്കെ നല്ല പുള്ളായിരുന്നു. ഇപ്പോഴത്തെ ഇത് ഞാൻ കാണിച്ചു തരാം. കണ്ടില്ലേ, എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. കൈയില്ലാണ്ട് തന്നെ എൻ്റെ ബാലൻസ് വെച്ചിട്ട് എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട് വണ്ടി. അന്ന് അങ്ങനെ പറ്റൂലായിരുന്നു. പിന്നെ സ്ട്രെയിറ്റ് കാണിച്ചു തരാം. കണ്ടില്ലേ, വണ്ടി നേരെ പോയിക്കോളും. ഒരു സൈഡിലേക്ക് ഇപ്പോൾ പുള്ളില്ല, പക്ഷേ ലാസ്റ്റ് ടൈം അങ്ങനെ ആയിരുന്നില്ല. ഏതൊരു ലെഫ്റ്റ് സൈഡിലേക്കാന്ന് തോന്നുന്നു, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു ചെറിയ പുള്ളു വന്നു. റിസർവ് ഫോറസ്റ്റ് ആട്ടോ ഇതൊക്കെ, മെഡിസിനൽ പ്ലാന്റ്സ് ഒക്കെ ഉള്ള ഇതാ. ചെറിയൊരു ഇത്. ഓക്കെ, ലെറ്റ്സ് ഗോ. പിന്നെ ഞാൻ നേരത്തെ കാണിച്ച പരിപാടി അത് ആരും എന്താ പറയുക, ഹൈവേ കാര്യങ്ങളിലൊന്നും പോയിട്ട് പരീക്ഷിക്കാൻ നിൽക്കരുത്. പിന്നെ വണ്ടി കാര്യങ്ങളൊക്കെ, ഓപ്പോസിറ്റ് വണ്ടി കാര്യങ്ങളോ പുറകുന്ന വണ്ടി കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ ചെയ്യാനേ നിൽക്കരുത്. നിങ്ങൾ മര്യാദക്കേട് തന്നെയാണ് ഞാനിപ്പോൾ കാണിച്ചത്. ബട്ട് വേറെ വണ്ടികളില്ല. ഇതൊരു വണ്ടികളധികം വരാത്തൊരു റൂട്ടാണ്. ഒന്ന് രണ്ട് വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ബസ് കാര്യങ്ങളൊക്കെ പോയാലായി. പിന്നെ ആ ടൈമിൽ നിങ്ങൾ കണ്ടതാണ്, വേറെ ഒറ്റ വണ്ടി ഉണ്ടായിരുന്നില്ല, ഞാൻ ഒറ്റയ്ക്കായിരുന്നു. അതുകൊണ്ട് മാത്രം നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്തത്. ഓക്കെ, എനിക്ക് അത്യാവശ്യം എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു കാര്യം ചെയ്തത്. നിങ്ങളെ പുതിയ വണ്ടി എടുത്ത് എങ്ങനത്തെ ഇമാതിരി പണി എടുക്കാൻ നിൽക്കരുത് നിങ്ങൾ. പിന്നെ ഞാൻ പറഞ്ഞത് ഇത് അറിഞ്ഞിരിക്കണം. കാരണം അത് കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കേണ്ട. എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ വണ്ടിയുടെ വീൽ ബെയറിങ് പോയോ,
കോൺസെപ്റ്റ് പോയോ, ഇങ്ങനെ ഹാൻഡിൽ പറഞ്ഞ പ്രശ്നമുണ്ടോ, ഇമാതിരി കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ ഇങ്ങനെയുള്ള ബാലൻസ് ചെയ്തിട്ടുള്ള ഇത് നമുക്ക് മനസ്സിലാവുള്ളൂ. എനിക്ക് വളയ്ക്കാം, എനിക്ക് മര്യാദയ്ക്ക് വളയ്ക്കാൻ കിട്ടുന്നുണ്ട്. എൻ്റെ ബാലൻസ് വെച്ചിട്ട് തന്നെ എനിക്ക് വണ്ടിയുടെ ഇത് സ്റ്റിയറിങ് എനിക്ക് കൺട്രോളിലുണ്ട്. അമ്മാതിരി കാര്യങ്ങളൊക്കെ നിങ്ങൾ കുറച്ച് അത്യാവശ്യം അറിഞ്ഞിരിക്കുക. ബട്ട് നിങ്ങളുടെ പുതിയ വണ്ടിയിൽ ഒരിക്കലും ചെയ്യാതിരിക്കുക. പിന്നെ പുതിയതായിട്ട് വണ്ടി ഓടിച്ച് തുടങ്ങിയിട്ടുള്ളൂ, ലൈസൻസൊക്കെ ഇപ്പോൾ കിട്ടിയിട്ടുള്ളൂ, അങ്ങനെയുള്ള ആൾക്കാരും ടോട്ടലി അവോയ്ഡ് ചെയ്യുക. നിങ്ങളുടെ വണ്ടിയായിട്ട് നിങ്ങൾക്കൊരു നല്ല രീതിയിലൊരു അടുപ്പമായി, നിങ്ങളുടെ എൻജിൻ, നിങ്ങളുടെ ഗിയർ ഷിഫ്റ്റിംഗ് കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഡെഫിനറ്റ്ലി ട്രൈ ചെയ്യുക. വണ്ടി നിങ്ങൾ എന്താ പറയുക, ഓവർ സ്പീഡും കാര്യങ്ങളൊന്നും അല്ല. നമ്മുടെ വണ്ടീനെ അറിഞ്ഞിരിക്കണം. ഇന്ന ടൈമിൽ ഇന്ന ഗിയർ ഇടണം, അല്ലെങ്കിൽ ഇന്ന ഗിയർ പോയി കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി ഓഫായി പോകും. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കി വെക്കണം. അപ്പോൾ നമ്മളെ വണ്ടിയായിട്ടുള്ളൊരു കണക്ഷനാണത്. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാനൊരു എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രമാണ് ഞാൻ നേരത്തെ അങ്ങനെ കാണിച്ചത്. എൻ്റെ കൈവിട്ട് ഇത് വളയ്ക്കുന്നതൊക്കെ ഞാൻ കാണിച്ചു തന്നത് നിങ്ങൾക്ക്. അമ്മാതിരി പരിപാടി മെയിൻ റോഡിലൊന്നും ചെയ്യാതിരിക്കുക. അമ്മേ, ആളില്ലേ? ഒറ്റ ആളില്ലല്ലോ. മങ്കി സാർ ടാറ്റ. ഇങ്ങനെ കൂടുതൽ വളവൊക്കെ ഉള്ള റോഡാണെങ്കിലല്ലേ എപ്പോഴും നമ്മുടെ ലൈൻ ചേർന്ന് പിടിക്കുക. വളവൊക്കെ തിരിക്കുമ്പോൾ കോർണറൊക്കെ എടുക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ കുറച്ചൊന്ന് ഓവർ സ്പീഡിലായി പോകുമ്പോൾ നമ്മൾ കുറച്ചും കൂടി ഇപ്പുറത്തെ ഇതിലേക്കായി പോകും. അപ്പോൾ ഉള്ള പ്രശ്നം, ഓപ്പോസിറ്റ് വണ്ടി വരാം, ചിലപ്പോൾ ഓപ്പോസിറ്റുള്ള ആളും കുറച്ച് സ്പീഡിലായിരിക്കാം, അയാളും കുറച്ച് ഇങ്ങോട്ട് നമ്മുടെ ലൈനിലേക്ക് കയറ്റിയെടുക്കാം. ആക്സിഡൻറ്റ് ഉണ്ടാകാനുള്ള നല്ല ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഇത് എടുത്ത് കണ്ടില്ലേ? അല്ലെങ്കിൽ ഒന്നില്ലെങ്കിൽ നിങ്ങൾ അത് അങ്ങനെ സ്ലോ ആയിട്ട് എടുക്കണം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അടിച്ചുതരാം. വളവ് എവിടെ? വളവ് എവിടെ ഗൂയിസ്? ഓഹോ, അമേസിങ് ഫീലാണെന്നറിയോ ഗൈസ്. ഇതാ റിമാച്ച് ചെയ്യുക, ഡൗൺ ഷിഫ്റ്റ് ചെയ്യുക, ഇതാ നിങ്ങളുടെ സൈഡിൽ ചേർത്ത് പോവുക. മനസ്സിലായില്ലേ? അപ്പോൾ കൺട്രോൾ ചെയ്യാൻ പഠിക്കുക, നിങ്ങളുടെ വണ്ടിയെ നിങ്ങൾ കൺട്രോൾ ചെയ്യാൻ പഠിക്കുക. ആദ്യമായിട്ട് ആക്സലറേറ്റ് ചെയ്ത് നിങ്ങൾ ടോപ്പ് സ്പീഡ് എടുക്കുന്നതിനേക്കാളും സ്ലോ ആയിട്ട് ഓടിക്കാൻ പഠിക്കുക, വണ്ടി സ്ലോ ആക്കാൻ പഠിക്കുക, നിങ്ങളുടെ വണ്ടിയുടെ ബ്രേക്കിംഗ് കപ്പാസിറ്റി ആദ്യം അറിയാൻ പഠിക്കുക. ഇത്രയാണ് ആദ്യം നിങ്ങൾ ശ്രമിക്കേണ്ടത്. അതിന് ശേഷമാണ് ശരിക്കും നിങ്ങളൊരു സ്പീഡൊക്കെ കയറാൻ വേണ്ടി പഠിക്കും. ചില ആൾക്കാരൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ആദ്യം തന്നെ പോയിട്ട് വണ്ടിയുടെ ടോപ്പ് സ്പീഡൊക്കെ എടുക്കാനാണ് നോക്കുക. എന്നിട്ട് പറയും നമ്മൾ ഇതാക്കി ഇന്നതാക്കി. നമുക്കറിയില്ല, പുതിയ വണ്ടിയാണ്, നമ്മൾ വണ്ടി എങ്ങനെ കയ്യിൽ നിൽക്കുമോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല. ഇതൊക്കെ മനസ്സിലാക്കി വേണം നമ്മൾ വണ്ടി ഓടിക്കാൻ. ആൻഡ് നമ്മൾ എൻജോയ് ചെയ്യണം. നമ്മൾ ഓരോ തവണ വണ്ടി ഓടിക്കുന്നത് ഞാൻ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വണ്ടി ഓടിക്കുന്നത്. ചിലവർക്ക് എല്ലാവർക്കും അങ്ങനെ അല്ല എന്ന് എനിക്കറിയാം. ഓരോരുത്തർക്ക് ട്രാൻസ്പോർട്ടേഷൻ മാത്രമാണ് ബൈക്ക്. ബട്ട് എനിക്ക് അങ്ങനെയല്ല. ഇത് എനിക്ക് എൻ്റെ ലൈഫിൻ്റെ ഒരു പാർട്ടാണിത്. എനിക്ക് റൈഡിങ് ഇല്ലാണ്ട് എനിക്ക് ജീവിക്കാനേ പറ്റില്ല. അതിനെപ്പറ്റി ഒരു ചിന്തിക്കാൻ കൂടി എനിക്ക് പറ്റില്ല. അത്രത്തോളം ഞാൻ അറ്റാച്ച്ഡ് ആയിട്ടുള്ള, ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് റൈഡിങ്. എനിക്ക് നിങ്ങൾക്ക് ഇത് പറയുമ്പോൾ എത്രത്തോളം വിശ്വാസകരമാവുമെന്ന് എനിക്ക് അറിയില്ല. ബട്ട് എനിക്ക് ഒരാഴ്ച വണ്ടി ഓടിക്കുക, അല്ലെങ്കിൽ അത്രയും കണ്ടിന്യൂസ് ആയിട്ട് വണ്ടി ഓടിക്കാതിരിക്കാൻ എനിക്ക് പറ്റില്ല. എനിക്ക് ചെറിയൊരു റൈഡെങ്കിലും പോകണം. ഇല്ലെങ്കിൽ എനിക്ക് വല്ലാത്ത എന്തോ ഒരു അവസ്ഥയാണ്, ഭയങ്കര ഒരു ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെയാണ്. ഞാൻ ഡെയിലി വണ്ടി എടുക്കുന്ന ആളാണ്. ഞാൻ ഡെയിലി വണ്ടി എടുക്കും. ഒരു 20-30 കിലോമീറ്റർ ആണെങ്കിൽ പോലും ഞാൻ വണ്ടി ഓടിച്ച് തിരിച്ച് കൊണ്ടുവെക്കുന്ന ആളാണ് ഞാൻ. എനിക്ക് വണ്ടി ഓടിക്കാതെ പറ്റില്ല. അത്രത്തോളം എനിക്ക് ഇഷ്ടമുള്ളൊരു കാര്യമാണ്. ഫുഡ് കഴിക്കുന്ന കണക്ക് തന്നെ ഏറ്റവും അധികം ഞാൻ ടൈം സ്പെൻഡ് ചെയ്യുന്നൊരു കാര്യം ഇത് തന്നെയാണ്. പിന്നെ ഗൈസ് ഒരു കാര്യം പറയട്ടോ, ഈ റൂട്ടില്ലേ നമ്മളിപ്പോൾ പോയി വന്നേ, ഞാൻ കോളേജ് ചില ടൈമിലൊക്കെ ക്ലാസ്സൊക്കെ കട്ട് ചെയ്ത് നേരെ ഇങ്ങോട്ടേക്ക് വരും. ചില ദിവസം കോളേജിലൊന്നും പോകാനേ തോന്നില്ല, ഒട്ടും പോകാൻ തോന്നില്ല. ആ ടൈമിലൊക്കെ ഞാൻ എന്താക്കും, രാവിലെ ഇറങ്ങും, നേരെ എന്നിട്ട് ബൈക്ക് എടുത്ത് ഇങ്ങോട്ടേക്ക് വരും. ഇവിടെ വന്ന് കുറച്ച് നേരം അവിടെ ഇരുന്ന് ഒന്ന് ഓക്കെ ആയി എന്ന് അറിയുമ്പോൾ മെല്ലെ തിരിച്ച് കുറച്ച് ടൈമായി ഉച്ചയാകുമ്പോഴത്തേക്കും വീട്ടിലേക്ക് ചെല്ലും. എന്നിട്ട് പറയും കോളേജ് സ്ട്രൈക്കാന്ന്. എല്ലാവരും അങ്ങനെ ചെയ്യാൻ നിൽക്കില്ല കേട്ടോ. നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. പിന്നെ
ഓവർ സ്ട്രെസ് ആണെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും സ്ട്രെസ് റിലീഫിനായിട്ട് ചെയ്യുക. എന്ത് റോഡ് നിറഞ്ഞാ നടക്കുന്നത്. ഓക്കെ, സോ സ്ട്രെസ്സൊക്കെ കുറച്ച് ക്ലാസ്സിലൊക്കെ പോവാം. ഇപ്പം എല്ലാവർക്കും എങ്ങനെയാണ് ഫോണ് ഇപ്പോൾ ഒഴിവാക്കാൻ പറ്റില്ലല്ലോ, നമ്മുടെ ഒരു ലൈഫിൻ്റെ പാർട്ടായില്ലേ. അതേ കണക്കാണ് എനിക്ക് വണ്ടി. എനിക്ക് ബൈക്കില്ലാണ്ട് പറ്റില്ല. വഴിക്ക് എന്തെങ്കിലും പണി ഉണ്ടെങ്കിൽ തന്നെ ഞാൻ രാവിലെ പോകും ഷോറൂമിൽ. എന്ത് കയറി വരുന്നുണ്ടില്ലേ, ഓപ്പോസിറ്റ് വരുന്നുണ്ട്, വണ്ടി വരുന്നുണ്ട് എന്നുള്ളൊരു ചിന്തയില്ല. വൈറ്റ് ക്യാറ്റ്. എന്തായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്, ഞാൻ മറന്നുപോയി കഴിച്ചു. ഇതുപോലെ വണ്ടി ഓടിക്കാണ്ട് എനിക്കൊട്ടും പറ്റില്ല കേട്ടോ. എനിക്ക് ഒട്ടും പറ്റൂല. എനിക്ക് എന്താ ഇരിക്കപ്പുറത്തില്ലാത്ത അവസ്ഥയാണ്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ എനിക്ക് ക്രൗഡും വലിയ താല്പര്യമുള്ള ആളല്ല. ഞാൻ ഒട്ടും താല്പര്യമുള്ള ആളല്ല. ഞാൻ എന്താ പറയുക, പോയി ഇരിക്കും, അല്ലെങ്കിൽ പോയിട്ട് ഗുഡ് ലുക്കിങ് ബോണറ്റ് സ്കൂപ്പും ഫെൻഡർ മിററൊക്കെ ആയിട്ട് അടിപൊളി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഫോർച്യൂണർ. പൈസയൊക്കെ ആയിട്ട് വേണം എടുക്കാനൊന്ന്. നമ്മൾ പറഞ്ഞുകൊടുക്കുന്ന കാര്യം ഇടയ്ക്കിടയ്ക്ക് ടച്ച് വിട്ടു പോകുന്നല്ലേ. സാധാരണ ഞാനെല്ലാം ചിന്തിച്ച് കൂട്ടാനാണ് പതിവ്. അതുകൊണ്ട് വായിൽ ഇങ്ങനെ വരില്ല സംസാരിക്കാനേ. അപ്പോൾ ഇങ്ങനെ ക്രൗഡിൽ ഇങ്ങനെ ഇരിക്കുന്നൊന്നും എനിക്ക് വലിയ താല്പര്യമുള്ള ആളല്ല ഞാൻ. എൻ്റെ ക്ലോസ് ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഒക്കെ എങ്ങോട്ടേക്ക് പോകുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ ഓൾമോസ്റ്റ് ഓൾ ദ ടൈം ഞാൻ റൈഡ് ചെയ്യും, ഇല്ലെങ്കിൽ വീട്ടിൽ തന്നെ ആയിരിക്കും. എൻ്റെ ഒരു തെറാപ്പി എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. എൻ്റെ മൈൻഡ് ഒന്ന് ശാന്തമാക്കാനും, എന്തെങ്കിലും ടെൻഷൻ കാര്യങ്ങളോ വിഷമോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്നെ പെട്ടെന്നൊന്ന് എല്ലാം സെറ്റ് ചെയ്യാൻ, ആ ഒരു പ്രോബ്ലം മാറിക്കിട്ടാൻ എനിക്ക് ഏറ്റവും ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യം ഇത് തന്നെയാണ്. അത്രത്തോളം ഡിപ്പെൻഡൻ്റ് ആണ് ഞാൻ എൻ്റെ ഈ ബൈക്കിൻ്റെ മുകളിൽ. അത് ഞാൻ പറഞ്ഞത്, സർവീസ് കാര്യങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും പണി കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ വെളുപ്പിനെ ചെല്ലും. ഷോറൂം തുറക്കുന്നതിന് മുമ്പിൽ ഞാനവിടെ എത്തും. എന്നിട്ട് സെക്യൂരിറ്റിക്കാരൻ ആദ്യം എനിക്കായിരിക്കും ഇത് ഗേറ്റ് തുറന്നു തരുന്നത്. ഞാൻ വണ്ടി കൊണ്ട് കയറ്റി മുകളിൽ വെച്ച്, സ്റ്റാഫൊക്കെ പിന്നെ ടൈം എടുക്കും വരെ. അയ്യോ, ഞാൻ മറന്നുപോയി അവിടെ ഹമ്പുള്ളത്. ഇങ്ങനെയുള്ളത് മറുകയാണ് മറ്റേ നമ്മുടെ വീൽ ബെയറിങ്ങൊക്കെ പെട്ടെന്ന് പോകാൻ സഹായിക്കുന്നത്. സോ നിങ്ങളതൊക്കെ ശ്രദ്ധിക്കുക കേട്ടോ. ഞാൻ മറന്നു ആ ഫ്ലോയിൽ അങ്ങനെ കയറിപ്പോയതാണ്.
അടിപൊളി വ്യൂ അല്ലേ ഗൈസ്? നോക്ക്. സെറ്റ്. സോ ഫ്രണ്ട്സ്, നമുക്ക് വീഡിയോ ഇപ്പോൾ ഇവിടെ അവസാനിപ്പിക്കാം കേട്ടോ. റൈഡ് കഴിഞ്ഞു. അപ്പോൾ ചെറിയൊരു റൈഡാണ്, വലുതായിട്ടൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഇങ്ങനെ തുടങ്ങാം കേട്ടോ. നിങ്ങൾ എന്നിട്ട് പറഞ്ഞാൽ മതി അഭിപ്രായം, എങ്ങനെ വേണം, എന്തൊക്കെ മാറ്റണം എന്നൊക്കെ നിങ്ങൾ അഭിപ്രായങ്ങൾ ഇങ്ങനെ കൊണ്ടുവന്നാൽ മതി. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. സോ ദിസ് ഈസ് മീ വൈപ്പ പിസ്റ്റൺ സൈനിങ് ഓഫ്. ഓക്കെ, ബൈ.